ഞങ്ങൾ കുറച്ചു നാൾ മുമ്പ് ചെയ്ത ഒരു വീഡിയോ സ്റ്റോറിയിൽ പറഞ്ഞ കാര്യങ്ങൾ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അന്ന് ഞങ്ങൾ പറഞ്ഞത് ജമ്മു കശ്മീർ എന്ന സംസ്ഥാനത്തെ നുറുക്കി കേന്ദ്രഭരണ പ്രദേശമാക്കിയതുപോലെ ഇങ്ങ് തെക്ക്, ഏറ്റവും വടക്ക് ജമ്മു കാശ്മീർ, ഏറ്റവും തെക്കിങ്ങ് കേരളത്തെയും BJP സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ ഏത് സമയവും ലക്ഷ്യം വയ്ക്കുമെന്ന് ഞങ്ങളന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു മുന്നറിയിപ്പാണ് ഞങ്ങൾ പറയുന്നത്. അതായത് കേരളത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് കേന്ദ്ര ഭരണം ഏർപ്പെടുത്തുക, ജനാധിപത്യ സർക്കാരിനെ പിരിച്ചുവിടുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇത് ഞങ്ങൾ വളരെ മുമ്പേ തന്നൊരു മുന്നറിയിപ്പാണ്. നമ്മുടെ പ്രേക്ഷകർ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇപ്പം എന്താണ് പ്രശ്നം? ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങൾ ചോദിച്ചുകൊണ്ട് കേരളത്തിന്റെ ഗവർണർ സർക്കാരിന് കത്തയച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ കത്തയക്കേണ്ടത് കേരളത്തിനല്ല കേന്ദ്രത്തിനാണ് എന്നാണ്. എന്താ കേന്ദ്രത്തിന് കത്തയക്കാത്തത്? കേരളത്തിന് കിട്ടേണ്ടുന്ന വിഹിതം ഗണ്യമായി കഴിഞ്ഞ 10 വർഷം എടുത്താൽ തന്നെ ഗണ്യമായി കുറച്ചുകൊണ്ട്, പ്രത്യേകിച്ചും കഴിഞ്ഞ 7.5 വർഷം LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഗണ്യമായി വെട്ടിക്കുറച്ചുകൊണ്ട് കേരളത്തെ ഞെക്കിക്കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ്. അപ്പോൾ കേരളത്തിനുണ്ടാകുന്ന വരുമാന നഷ്ടം, അതായത് കേന്ദ്രം തരേണ്ട വിഹിതം ഏതാണ്ട് 3 ലക്ഷം കോടി രൂപ വരെ വൈകാതെ എത്തും. ഓരോ വർഷത്തെയും കണക്കെടുക്കുമ്പം GDP-യുടെ വിഹിതം വെച്ച് നോക്കുമ്പോൾ, അല്ലെ GST വെച്ച് നോക്കുമ്പോൾ വൈകാതെ 3 ലക്ഷം കോടി രൂപ കേന്ദ്രം കേരളത്തിന് തരേണ്ട ഘട്ടത്തിലേക്കാണ് ഈ സാമ്പത്തിക ക്രമം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഒരു 25,000 കോടി രൂപ കേന്ദ്രം തരാനുള്ളത് തന്നാൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകൂ എന്ന സ്ഥിതിയിലേക്ക് കേരളം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രാജ്യത്തെ, ഒരു സംസ്ഥാനം ആ രാജ്യത്തിന്റെ ഒരു അവയവമാണ്. കയ്യോ കാലോ അല്ലെ ഹൃദയമോ നമ്മളൊരു ശരീരം ആയിട്ടെടുത്താൽ, എന്നിട്ട് അതിനെ വെട്ടിമുറിക്കുന്ന സമീപനമല്ലേ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. അപ്പൊ ഇപ്പൊ തന്നെ 80,000 കോടി രൂപയുടെ കിഫ്ബി പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാതി ഘട്ടത്തിലായതുണ്ട്, പൂർത്തിയായതുണ്ട്, തുടങ്ങിയതുണ്ട്. എല്ലാം കൂടി 80,000 കോടി രൂപയുടെ കിഫ്ബി നിർമ്മാണ വികസന പ്രവർത്തനങ്ങൾ, പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആശുപത്രികൾ, റോഡുകൾ, അതേപോലെ സ്കൂളുകൾ, സർക്കാർ സ്കൂളുകളുടെ വികസനം, അപ്പോൾ മറ്റ് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. അപ്പോൾ ഈ കേന്ദ്ര സഹായം വന്നില്ലെങ്കിൽ പണം കണ്ടെത്താൻ സംസ്ഥാന ഗവൺമെന്റ് ബുദ്ധിമുട്ടും. സംസ്ഥാനത്തിന് മാത്രം പരിഹരിക്കാവുന്ന വിഷയമാണോ ഇത്? കേന്ദ്രം തരേണ്ടുന്ന പൈസ തന്നില്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു സാഹചര്യമാണ് ഈ സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്ക് കേരളം പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ കാര്യം. അപ്പൊ സാമ്പത്തികമായിട്ട് സ്വയംഭരണാവകാശം കേരളത്തിന് കിട്ടണം. ഈ നിലപാടിനെതിരെ കേരളം ഇപ്പോൾ സുപ്രീം കോടതിയെ വീണ്ടും സമീപിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്, കേരളം ഹർജി നൽകി, അതായത് കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതുൾപ്പെടെ 3% ചുരുക്കിയതുൾപ്പെടെ. പിന്നെ അപ്പൊ ഇതെല്ലാം കൂടിയാണ് ഈ നേരത്തെ പറഞ്ഞ കണക്ക്. ഒന്ന്, കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചു. 2, കേന്ദ്രം പിരിക്കുന്ന നികുതി കേരളത്തിന്റെ വിഹിതം തരുന്നില്ല. പിന്നെ കേരളത്തിന് സമാഹരിക്കാവുന്നതിനൊരു പരിമിതിയുണ്ട്. കേരളത്തിന്റെ മാത്രം നികുതി വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റും? ജനങ്ങളെ കൂടുതൽ കൊള്ളയടിക്കണം എന്നാണോ പറയുന്നത്? ജനങ്ങളെ പിഴിഞ്ഞ് കൂടുതൽ നികുതി പിരിക്കണം എന്നാണോ പറയുന്നത്? അപ്പൊ കേന്ദ്രം തരാനുള്ളതും ഇത്തരം നഷ്ടം കൊണ്ടൊക്കെയാണ്. ഏതാണ്ട് 3 ലക്ഷം കോടി രൂപയുടെ വരുമാന നഷ്ടമാണ് കേരളത്തിന് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിലിപ്പോ തന്നെ 2 ലക്ഷം കോടിയിലധികം വരുമാന നഷ്ടം വന്നു കഴിഞ്ഞു. ഇനി കുറെ മാസങ്ങൾക്കുള്ളിൽ ഇതൊരു 3 ലക്ഷം കോടി രൂപയാവും. അപ്പൊ ഇതിനെ മറികടക്കാൻ കേരളം എന്ത് ചെയ്യണം? അപ്പൊ ഏറ്റവും എളുപ്പവഴി എന്നാണ്, കേരളം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ, അഴിമതി, ധൂർത്ത് ഒക്കെ പറഞ്ഞിട്ട് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്താണ്? കേരള ഗവൺമെന്റിനെ പിരിച്ചുവിടുക.
എന്നിട്ട് കേന്ദ്ര ഭരണം, രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുക. ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ അടുത്ത രാജാവായിട്ട് വാഴാൻ നോക്കുകയാണ്. ഇനി കുറച്ച് മാസങ്ങളേ ഉള്ളൂ ശ്രീമാൻ ആരിഫ് മുഹമ്മദ് ഖാൻ. അതിനിടയിൽ ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ കൊണ്ടുവന്നിട്ട് പിണറായി സർക്കാരിനൊന്ന് പിരിച്ചും വിട്ടിട്ട് എനിക്കൊന്ന് വിലസണം എന്നും പറഞ്ഞ് മിനിറ്റ്സ് തയ്യാറാക്കിക്കൊണ്ട് ഡൽഹിക്ക് പറന്നിരിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കേരള ഗവർണർ. ഈ സംസ്ഥാനത്തിനെതിരെ ദ്രോഹം ചെയ്ത ഒരു ഗവർണർ ചരിത്രത്തിൽ വേറെ ഉണ്ടാവില്ല. ഇദ്ദേഹത്തിന്റെ അജണ്ട എന്താണ്? അദ്ദേഹം എന്നിട്ട് ഇതിനെതിരെ സമരം ചെയ്യുന്നവരെ ബ്ലഡി ഫൂൾസ്, ക്രിമിനൽസ് എന്ന് വിളിക്കുന്ന സംസ്കാരം ഇദ്ദേഹത്തിന് എവിടുന്ന് കിട്ടി? അപ്പൊ കേരളത്തിനല്ല കത്ത് തരേണ്ടത് അദ്ദേഹം, ആദ്യം കേന്ദ്രത്തോട് അദ്ദേഹം ചോദിക്കണം. കേരള ഗവർണർ എന്ന നിലയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്രത്തോട് ചോദിക്കണം, സംസ്ഥാനത്തിന് കിട്ടേണ്ടുന്ന വിഹിതം പിടിച്ചു വെക്കുന്നത് എന്തിനാ? സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലാണല്ലോ. കേന്ദ്രം തരാനുള്ള ന്യായമായ അർഹതപ്പെട്ട പണം എന്തുകൊണ്ട് റിലീസ് ചെയ്യുന്നില്ല? എന്റെ സംസ്ഥാനം, അങ്ങനെയാണല്ലോ പറയാ. ഗവർണർ നിയമസഭയിൽ പ്രസംഗിക്കുമ്പോൾ പറയുന്നത് മൈ ഗവൺമെന്റ്, എന്റെ ഗവൺമെന്റ് എന്നല്ലേ പറയുന്നത്. അപ്പൊ എന്റെ ഗവൺമെന്റിന് കിട്ടാനുള്ള പൈസ കേന്ദ്രത്തിൽ നിന്ന് തരാത്തത് എന്തേ പ്രധാനമന്ത്രി എന്ന് പ്രധാനമന്ത്രിക്കും നരേന്ദ്രമോദിക്കും രാഷ്ട്രപതിക്കും ഒക്കെ കത്തയക്കേണ്ട ആളാണ് നേരെ ഇങ്ങോട്ട് സംസ്ഥാന സർക്കാരിന് കത്തയച്ചിരിക്കുക. ഇതിന്റെ അജണ്ട വേറെയാണെന്നും മനസ്സിലാക്കാൻ ഈ വലിയ ബുദ്ധിയൊന്നും വേണ്ട. സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കും കാര്യങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന്. ഞങ്ങളതാ പറയുന്നത്, ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ ഉണ്ടാക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് കേന്ദ്ര സർക്കാരും കേന്ദ്ര സർക്കാരിന്റെ വെറും ഏജന്റായി പ്രവർത്തിക്കുന്ന കേരളത്തിന്റെ ഗവർണറും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെപ്പറ്റി ജാഗ്രതയില്ലെങ്കിൽ ഈ പോക്ക് എവിടെ എത്തുമെന്ന് നമുക്ക് കണ്ടറിയാം.